ചാണക്യൻ പറയുന്നു, തന്നേക്കാൾ ബലവാനായവന് മുന്നിൽ കീഴടങ്ങിയും ബലഹീനനായ ശത്രുവിനെ കീഴടക്കിയും തനിക്ക് തുല്യം ബലമുള്ളവനെ ബലം കൊണ്ട് കീഴടക്കിയോ അല്ലെങ്കിൽ ബഹുമാനിച്ചോ വശത്താക്കണം. ഒരിക്കലും എല്ലാവരെയും നമ്മളാൽ ജയിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം പാടില്ല. ശത്രു നമ്മേക്കാൾ വലിയവനാണെങ്കിൽ തീർച്ചയായും അവൻ്റെ മുന്നിൽ കീഴടങ്ങി സമാധാനപരമായി മുന്നോട്ട് പോകുന്നതാണ് ഉചിതം. അതല്ല, അവനെ ബലം കൊണ്ട് നേരിടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുന്നു. ദുഷ്ടനായ ശത്രു ബലഹീനനാണെങ്കിൽ തീർച്ചയായും അവനെ കീഴ്പ്പെടുത്തുക തന്നെ വേണം. തനിക്ക് തുല്യം ബലവാനായുള്ള എതിരാളിനെ ബലം കൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ കരുത്തിനെ ബഹുമാനിച്ചുകൊണ്ടോ വശത്താക്കണം. ഒരിക്കലും വളരെയധികം സൗമ്യ സ്വഭാവമുള്ളവരായി തീരരുത്. എന്തുകൊണ്ടെന്നാൽ വനത്തിൽ നേരെ നിവർന്നു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നു, എന്നാൽ വളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നില്ല. വനത്തിലെ നിവർന്നു നിൽക്കുന്ന മരങ്ങൾ മാത്രമേ മുറിച്ചു മാറ്റപ്പെടുന്നുള്ളൂ, എന്നാൽ വളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അപകടകാരികളായതിനാൽ അത് മുറിച്ചു മാറ്റാൻ ആരും ധൈര്യപ്പെടുന്നില്ല. അപ്രകാരം ഏതു മനുഷ്യനാണോ ശുദ്ധഗതിക്കാരനായി എല്ലാവരെയും വിശ്വസിക്കുന്നത്, അവർ മറ്റുള്ളവരുടെ ചൂഷണത്തിന് പാത്രമാകുന്നു. എന്നാൽ ഏതൊരുവൻ ജാഗ്രതയോടെ ശുഭാശുഭങ്ങൾ ചിന്തിച്ചു പെരുമാറുന്നുവോ അവനെ ചൂഷണം ചെയ്യാൻ ആരാലും സാധിക്കുകയില്ല. എവിടെയാണോ ജലമുള്ളത് ഹംസങ്ങൾ അവിടെ വസിക്കുന്നു. ആ ജലം വറ്റുമ്പോൾ അതിനെ അവ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു. ഒരിക്കലും ഇപ്രകാരം ആവശ്യമുള്ളപ്പോൾ ആശ്രയിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതി മനുഷ്യൻ പ്രവർത്തിക്കരുത്. ഹംസത്തെ പോലെ മനുഷ്യൻ ഒരിക്കലും പ്രവർത്തിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ഒരാളെ ആശ്രയിക്കുകയും പിന്നീട് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അയാളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മെ സഹായിച്ച ആ വ്യക്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മെ ആത്മാർത്ഥമായി സഹായിച്ച വ്യക്തികളെ ജീവിതകാലം മുഴുവൻ നന്മയോടെ ഓർക്കുകയും ബഹുമാനിക്കുകയും വേണം. എപ്രകാരമാണോ തടാകത്തിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിവിടുമ്പോൾ ശുദ്ധമാകുന്നത്, അപ്രകാരം ആർജിച്ച ധനം നല്ല രീതിയിൽ ചിലവഴിക്കുമ്പോഴാണ് സംരക്ഷിക്കപ്പെടുന്നത്. തടാകത്തിൽ വെള്ളം കെട്ടിനിന്നാൽ അത് അശുദ്ധമാകുന്നു. എന്നാൽ നല്ല ഒഴുക്ക് വരുമ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് അതിലെ ജലവും ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്രകാരം ധനം സ്വരൂപിച്ചാൽ അത് ആർജിക്കുന്നവൻ്റെ മനസ്സിൽ ആധിയാകുന്ന അശുദ്ധിക്ക് കാരണമാകുന്നു. എന്നാൽ എപ്പോഴാണോ അവൻ ആ ധനം അർഹിക്കുന്നവർക്ക് വേണ്ടി നല്ല രീതിയിൽ ചിലവഴിക്കുന്നത്, അപ്പോൾ ആ ധനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുകയും അങ്ങനെ അത് ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു.